ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പെരുമാറ്റം അതല്ലെങ്കിൽ ബിഹേവിയർ ഒരു പരിണാത്മകമല്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൂടി ഇവിടെ ഉണ്ട്. അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ബിഹേവിയർ cannot be quantified. നമ്മുടെ ബിഹേവിയറിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്യാനേ പറ്റൂ, അതിന്റെ ക്വാളിറ്റിയെ മനസ്സിലാക്കാൻ പറ്റൂ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, എണ്ണാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം എന്ത്? പെരുമാറ്റം ബിഹേവിയർ നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചാണ്, അതായത് കോൺഫിഗറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മൈൻഡ് എന്ന് പറഞ്ഞത്. പെരുമാറ്റം എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. പെരുമാറ്റം അപൂർവമായി മാത്രമാണ് ബാഹ്യമാകുന്നത്. ഇറ്റ് റയർലി ഓവേർട്ട് അത് അപൂർവമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ദെൻ പെരുമാറ്റം എപ്പോഴും ആന്തരികമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് കവേർട്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ തിയറിയുമായി കണക്റ്റഡ് ആയതാണ് പറയുന്നത്. നമുക്കറിയാം ജസ്റ്റാൾട്ട് സൈക്കോളജി എന്തുമായി ബന്ധപ്പെട്ടാണ്? പെർസെപ്ഷൻ, മനസ്സിൽ കാണുന്ന രൂപഘടന. ആ രൂപഘടനയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കുന്നത്. നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് അതിനെ പെർസീവ് ചെയ്യുന്ന രീതികളാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ ലോസ് പറയുന്നു. ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം, അതുപോലെ തന്നെ സമ്പൂർണ്ണ നിയമം, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ആൻസർ എന്തെടുക്കാം? പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ